ആദ്യം എല്ലാരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കാവുന്നത് പാവമായ സ്ത്രീകൾ എന്തോരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നായിരിക്കും. പക്ഷേ ചിന്തിപ്പിക്കാൻ വേണ്ടി വളർന്നിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയും മനുഷ്യരുടെ ചിന്താഗതികളും എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും മറന്നു പോയിരിക്കുന്നു. ഇന്നലത്തെ ആ ഒരു വീഡിയോ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ആ സ്ത്രീ തന്നെ വേറൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പാർട്ടായിട്ട് ഈ വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്താണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന്. അതൊരു തെറ്റായ പ്രവർത്തനം തന്നെയാണ്. കാരണം ആ സ്ത്രീയോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവൾ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാവുന്നതാണ്. പ്രതികരിച്ചിട്ടും വീണ്ടും അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ആ വീഡിയോ പുറത്തിറക്കേണ്ടത്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു. കാരണം ഒരു ജീവന് വിലയുണ്ടെന്നുള്ള കാര്യം അവൾ മറന്നേ പോയിരിക്കും. അവൾക്ക് എന്ത് കിട്ടി? ഇൻസ്റ്റഗ്രാമിൽ റീച്ചസ്, ഫോളോവേഴ്സ്, ഇതിൽ കൂടുതൽ എന്തോ വേണം? ഒരു കുടുംബത്തിന്റെ താങ്ങായി തണലായി നിന്ന ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ ലോകത്തോട് വിട വാങ്ങിയിരിക്കുന്നത്. നാളെ ഏത് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാലും ആദ്യം ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷമായിരിക്കണം വീണ്ടും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ലോകത്തെ വിളിച്ചറിയിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനമുണ്ട്. അതുകൊണ്ട് നാളെ ഒരു ജീവൻ കൂടി നഷ്ടമാകാതെ നോക്കുക.